എല്ലാവർക്കും ഇഷ്ടമുള്ള പപ്സ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ബേക്കറി രുചിയിലുള്ള ഈ ഒരു പപ്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഓവൻ്റെ ആവശ്യമൊന്നും തന്നെയില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരുപാട് ലെയറുകളോട് കൂടിയിട്ടുള്ള ഈ ഒരു പപ്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കവറിങ്ങാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവ് ഗോതമ്പ് പൊടിയും 1 കപ്പ് അളവ് മൈദയും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലോ മുഴുവനായിട്ടും മൈദയിലോ ഉണ്ടാക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതാദ്യം കൈ ഉപയോഗിച്ച് നല്ലപോലെ ഞെരടി യോജിപ്പിച്ച് കൊടുക്കുക. ആ ഒരു എണ്ണ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വെള്ളം ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. എനിക്കിവിടെ 1/2 കപ്പും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം, നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഗോതമ്പ് പൊടിയുടെ മൈദയിലൊക്കെയുള്ള വ്യത്യാസം അനുസരിച്ച്. ഇതുപോലെ കൂട്ടൊന്ന് നീഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മളുടെ കൂട്ട് സോഫ്റ്റായി കിട്ടാനും അതുപോലെ തന്നെ നല്ല ലെയറുകളായിട്ട് കിട്ടാനും ഇത് സഹായിക്കും. അപ്പോൾ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാം. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ വെള്ളത്തിൻ്റെ അളവാണ് കാണിച്ചിരിക്കുന്നത്. 1 കപ്പ് എടുത്തിരുന്നു, ഏകദേശം 1/2 കപ്പും കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാദ്യം ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു സവാള ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഞാനിവിടെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെയാണ് ആദ്യം ഞാൻ സോട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ചതച്ചിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതിനി ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വരണം. അതുപോലെ തന്നെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് സോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ആ ഒരു പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത്ര മാത്രമേ ഞാൻ സോട്ട് ചെയ്യുന്നുള്ളൂ, ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ ആക്കുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാല ഉപയോഗിക്കാവുന്നതാണ്. എരിവിന് ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് മുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാദ്യം ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിൻ്റെ അടുത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണക്കം മാറുന്നത് വരെ ഞാനിവിടെ നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ മസാല ഒരല്പം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മസാലയ്ക്ക് ഒരു ചെറിയൊരു പറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒന്ന് സോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി മാത്രം ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ മസാല ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചമുളകും മല്ലിയിലൊക്കെ ഇതിൽ ചേർക്കാവുന്നതാണ്. ആ ഒരു മസാല തയ്യാറാക്കിയെടുത്തിരിക്കുന്ന അത്രയും സമയം ഞാനിവിടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഞാനിതിപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ്. ഒരു 5 ഉരുളകളാണ് എനിക്ക് ഈ ഒരു പാകത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് പരത്തിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല നേർത്ത് തന്നെ പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്യാവശ്യം കനം കുറച്ച് തന്നെയാണ് ഞാനിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല കനം കുറച്ച് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഉരുളകളും നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ 5 ഷീറ്റും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റ് എടുക്കുക. ആ ഒരു ഷീറ്റിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മൈദയാണ് ഇതുപോലെ തൂവി കൊടുക്കുന്നത്. ഇതുപോലെ നെയ്യും മൈദയും ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അടുത്ത ഷീറ്റ് വെച്ച് കൊടുക്കുക.
എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്കായിട്ട് നെയ്യും മൈദയും ഇതുപോലെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ 5 ഷീറ്റും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ലാസ്റ്റ് ഷീറ്റ് വെക്കുന്നതാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഇതുപോലെ 5ാമത്തെ ഷീറ്റും വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കൈ ഉപയോഗിച്ച് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ടും വീണ്ടും നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മൈദയും കൂടെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് മടക്കിയെടുക്കാനാണ് പോകുന്നത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഭാഗത്ത് നിന്ന് എടുത്ത് സെൻറ്ററിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. അടുത്ത ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുത്തതിന് ശേഷം അടുത്ത ഒരു ഭാഗം എടുത്തിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇതൊന്ന് മടക്കിയെടുക്കുന്നത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പരത്തിയെടുക്കാനാണ് പോകുന്നത്. വീണ്ടും നല്ല നേർത്ത് തന്നെയാണ് പരത്തിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ഒരുപാട് ലെയറുകളായിട്ട് കിട്ടുന്നത്. വീണ്ടും ഞാനിവിടെ നന്നായിട്ട് നേർത്ത് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നെയ്യിൻ്റെ ആ ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നെയ്യിൻ്റെ കോട്ടിങ്ങും അതുപോലെ തന്നെ മൈദയും തൂവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് മടക്കിയെടുക്കാം. ഒരു ഭാഗം എടുത്ത് ഏകദേശം സെൻറ്ററിൻ്റെ കൂടുതലായിട്ട് വെച്ചിട്ട് മറ്റേ ഭാഗം ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നെയ്യ് ബ്രഷ് ചെയ്യുന്നില്ല, ചെറുതായിട്ട് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദയും തൂവി കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും പരത്തിയെടുക്കാനാണ് പോകുന്നത്. കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. ഇത് ഫൈനലായിട്ടുള്ള പരത്തിയെടുക്കലാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഒരുപാട് ലെയറുകളാക്കിയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് കനം കുറച്ചല്ല പരത്തേണ്ടത്, ഒരല്പം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിക്കാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് 8 ഭാഗമായിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ ഒരു രീതിക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു കനത്തിൽ വേണം നമ്മളുടെ ഷീറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് തിന്നായിട്ടല്ല ഉണ്ടാകുക. ഇനി ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഞാനിവിടെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ മുട്ട പപ്സാണ് തയ്യാറാക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ് മുട്ട വെച്ച് കൊടുക്കുന്നത്. മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് ചിക്കൻ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെജിൻ്റെ മസാലയും ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അതിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ മടക്കിയെടുക്കാം. വെള്ളം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലപോലെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നന്നായിട്ട് സീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നന്നായിട്ട് അമർത്തി സീൽ ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്കാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ ഒരുപാട് ചൂടാകാൻ പാടില്ല, മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് ബബിൾസ് വരുന്ന രീതിക്ക് വേണം നമ്മളുടെ എണ്ണയുടെ ചൂടിരിക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ആ ലെയറുകളൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ ഞാനിവിടെ വേവാൻ വേണ്ടി വെച്ചിരുന്നു. അതിനുശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മെല്ലെ കുക്ക് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളോളം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ മുട്ട പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് ലെയറുകളോട് കൂടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കവറിങ് ഉണ്ടായിരുന്നത്. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.